വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പപ്സ് ആണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അത് പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണ്. കുറേ പേര് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ സ്നാക്സ് ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് പപ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കാം. പാൻ ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ചെറിയ സവാള ചെറുതായി എരിഞ്ഞതുണ്ട്, അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് പച്ചമുളക് 4 പച്ചമുളക് ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 3 വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ് 1/2 ടീസ്പൂൺ. ഇത് 3ഉം കൂട്ടിയിട്ട് വഴറ്റി കൊടുക്കാം. ഇനി വേപ്പില ചെറുതായി എരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു പകുതി തക്കാളി ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടച്ചു കൊടുക്കാം. ഉപ്പ് എന്തായാലും കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇപ്പം ചേർത്ത് കൊടുക്കണം. ഇതിൽ ഉപ്പൊക്കെ പാകമാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് കൊണ്ടുള്ള കവറിങ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാൻ 2 മുട്ട പുഴുങ്ങിയിട്ട് അതിന് 4 പീസാക്കിയിട്ട് ഒരു മുട്ടേനെ അതിനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയാണ് ഫില്ലിങ് വെച്ചേക്കുന്നത്. ഇനി ആദ്യം ബ്രെഡ് എടുക്കാം. ഇപ്പം ഞാൻ സാധാരണ മിൽക്ക് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ നടുവിലൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച റോസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു മുട്ടയുടെ പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ബ്രെഡ് പീസ് എടുക്കാം. അതിൻ്റെ നടുവിലും ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് കറക്റ്റ് സൈഡൊക്കെ ഒപ്പാക്കി വെച്ച് കൊടുക്കാം. ഇനി കട്ടിയുള്ള നൈഫിൽ കുറച്ച് വെള്ളം ആക്കി കൊടുക്കുക. എന്നിട്ട് സൈഡ് വെച്ചിട്ട് നന്നായി അമർത്തി കൊടുക്കുക. 4 സൈഡും കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ എല്ലാ സൈഡും വെള്ളം തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മിൽക്ക് ബ്രെഡ് ആയാലും പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. ഇത് മാറ്റി വയ്ക്കാം. അടുത്ത ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ ബ്രെഡിലും ഫില്ലിങ് നിറച്ച് വെച്ചിട്ടുണ്ട്. മൊത്തം 12 ബ്രെഡ് വേണ്ടി വന്നിട്ടുണ്ട്. 6 സെറ്റ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഈ മുട്ടയിൽ മിക്സ് ചെയ്തെടുക്കണം, മുക്കിയെടുക്കണം. ഈ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിൽ ബീറ്റ് ചെയ്തതിൽ മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുക. എന്നിട്ട് വേണം എണ്ണയിൽ വറുത്തെടുക്കാൻ. ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബ്രെഡ് പോക്കറ്റ് എടുത്തിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി കൊടുക്കാം.
ഇപ്പം എല്ലായിടത്തും കോട്ടിങ് ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി എണ്ണയിലിട്ട് കൊടുക്കാം. ഇപ്പം 2 സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ അരിപ്പയിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അത് കാരണം 4 മണി പലഹാരമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കായാലും ഉണ്ടാക്കാൻ എളുപ്പമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്.